നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അയല ഉരുക്ക്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഉള്ളി, പച്ചമുളക്, ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചതച്ചത്, അതൊക്കെ ചട്ടിയിലിട്ട്, പിന്നെ ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂൺ മുളക് പൊടി, പുളി, കുതിർത്ത് വെച്ച പുളിയുടെ വെള്ളം, പച്ചവെള്ളം നന്നായി യോജിപ്പിച്ച് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കാം. അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം. പറയാൻ വിട്ടുപോയി, ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് അയല കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു കൈ നിറയെ തേങ്ങ, ചിരകിയ തേങ്ങ ഇട്ട് കൊടുത്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമുക്ക് നന്നായി തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് അയല. അതിനകത്തേക്ക് കരിവേപ്പില ഇട്ട് നന്നായി, തേങ്ങ നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തത് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ നന്നായി യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് പുളിയും ഉപ്പും ഉണ്ടോ എന്ന് നോക്കണം. അത് നന്നായി പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ ആവശ്യത്തിന് പുളിയും ഉപ്പും ചേർത്ത് അതിനകത്തേക്ക് ഉലുവ പൊടിയും ചേർത്ത് അതിൻ്റെ മുകളിലേക്കായിട്ട് വെളിച്ചെണ്ണ തൂവി കൊടുക്കാം. എന്നിട്ട് 2 മിനിറ്റ് അടച്ച് വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ അയല ഉരുക്ക് റെഡിയാണ്. ഞാൻ ഇത്തിരി വെള്ളത്തോടെയാണ് അത് ആക്കിയത്. നമുക്ക് ചോറിന് കഴിക്കാനായിട്ട് വറ്റിച്ചെടുക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.